കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ സൈഡ്സ് പോലെ നമുക്ക് ഈ ബോളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ മുപ്പിച്ച ചോറിന് ആവശ്യമുള്ള കാര്യങ്ങൾ സിമ്പിളാണ്. ഓൾറെഡി വേവിച്ച് സാധാരണ റൈസ് ആണോ? സാധാരണ റൈസാണ്, മട്ട റൈസ്. അപ്പം അത് ഓൾറെഡി വേവിച്ച് വെച്ച ചോറുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ കൊത്തിയ തേങ്ങ ഉണ്ട്, ഷാലറ്റ്സ് ഉണ്ട്, റെഡ് ചില്ലീസ്, കറിവേപ്പില, കടുക്, ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതൊന്ന് മാറ്റി വെച്ച് നമ്മളിവിടെ കൂടുതലും ഡിഷിനൊക്കെ ഉപയോഗിക്കുന്നത് മിൽമ തന്നെയാണ്. പാലായിക്കോട്ടെ, അതെങ്കിൽ ഗീ ആണെങ്കിലും ബട്ടർ ആണെങ്കിലും ഒക്കെ മിൽമ തന്നെയാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡും കൂടിയാണല്ലോ. പിന്നെ ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മിൽമ ഗീയുടെ 99.7% അതിൽ പ്യുവർ മിൽക്ക് ഫാറ്റ് ആണുള്ളത്. പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ ഈ സോർ ബട്ടറിനകത്ത് നിന്നല്ലേ നമ്മൾ ഈ ഉരുക്കിയിട്ട് ഗീ ഉണ്ടാക്കുന്നത്. ഇത് ഫ്രഷ് ക്രീമിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ആണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു യെല്ലോ കളർ ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സോ ഇൻഗ്രീഡിയൻസോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. ആ യെല്ലോ കളർ കിട്ടുന്നത് തന്നെ ഈ കാരോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മുടെ പശുവും പാലിനകത്ത് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്രയും ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ മിൽക്കിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഉള്ള ഒരു നാച്ചുറൽ ടിഞ്ച് ഓഫ് യെല്ലോ ആണ് ഈ മിൽമ ഗീയിലുള്ളത്. അതുകൊണ്ട് ഞാൻ വീട്ടിലും എല്ലായിടത്തും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കടു വറക്കുന്നത് ആദ്യം ഈ ഇച്ചിരി നെയ്യ് ഇട്ടിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വീടുകളിൽ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് മിൽമ തന്നെയാണ്. അതാണ് നമ്മൾ പറയല്ലോ മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മയാണ്. രാവിലെ കാണുമല്ലോ നമുക്ക് മിൽമ പാക്കറ്റ് വരുന്നത്. നമ്മുടെ ഇവിടെ പാത്രങ്ങളൊക്കെ പ്രത്യേകിച്ചും നോൾട്ടയുടെ ആട്ടോ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടാന്തരം നോൾട്ട, വീട് വീടാക്കും നോൾട്ട. അപ്പോൾ നമ്മുടെ എല്ലാ പാത്രങ്ങളും മിക്കതിലും ഞാൻ ഉണ്ടാക്കുന്നതിലൊക്കെ അതിൻ്റെ കളറൊക്കെ ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒത്തിരി നാളെ നിൽക്കും. ഒരു പാത്രങ്ങൾ അതല്ലേ ശരിക്കും അടുക്കള ഒരു കൊട്ടാരമാക്കി മാറ്റും. ഇവിടെ നമ്മുടെ കിച്ചണിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഹൈജീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം ചേച്ചി കാണാമല്ലോ, എക്സോ സൂപ്പർ ജെല്ലിൻ്റെ ആണ് നമ്മളെല്ലാം ഡിഷ് വാഷർ ആണെങ്കിലും ക്ലീൻ ചെയ്യാനാണെങ്കിലും ഉപയോഗിക്കുന്നത്. സോ അത്രയും 100% ആൻറ്റി ബാക്ടീരിയൽ ആണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ചോറെടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി കുക്ക്ഡ് റൈസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം. ഇത് നല്ലൊരു ടിഫിൻ ബോക്സ് ഐറ്റം തന്നെയാണ്. ഇതും അതെ, നല്ലൊരു ലഞ്ച് ബോക്സ് ഐറ്റം കൂടിയാണ്. വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ അധികം സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഈസി മെത്തേഡാണ്. ഇപ്പൊ ലഞ്ച് ബോക്സ് ആണെങ്കിലും ഇത് വെച്ചിട്ട് തന്നെയാണ് അടുത്ത ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ നെയ്യിൽ മുപ്പിച്ച ചോറ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഐറ്റം. കണ്ടില്ലേ, ഒരു ചെറിയൊരു മഞ്ഞ കളർ മഞ്ഞപ്പൊടിയുടെ മാത്രം, ബാക്കിയൊക്കെ അതിനകത്തുള്ള സ്പൈസസ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതുവരെ ലഞ്ച് ബോക്സിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് പൊതിച്ചോറ്. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് നൊസ്റ്റാൾജിയാണ്. കാരണം അല്ലേ, പണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന എന്താ ഇലയിൽ പൊതിഞ്ഞിട്ട് അല്ലേ ഒന്ന് വാറ്റിയ അല്ലേ, അതിനകത്ത് ഉള്ള ഒരു അത് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം, അതാണ് ബേസിക്കലി അതിന്റെ ഹൈലൈറ്റ്. സാധാരണ ചോറ് ഇടുന്നതിന് പകരം നമ്മൾ നെയ്യിൽ മുപ്പിച്ച ചോറ് ഇടുന്നു. നല്ല മാങ്ങ ചമ്മന്തിയാണിത്. അത് എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ആണല്ലേ, ഇപ്പൊ കുറച്ച് അധികം ഇടാം. കുറച്ച് ഈ പൊതിച്ചോറ് ശരിക്കും പറഞ്ഞാൽ എടുത്തത് തന്നെ ഈ ഫിഷ് ഫ്രൈ ഉള്ളതുകൊണ്ടാണ്. ഇനി നമ്മുടെ തേങ്ങ റോസ്റ്റ് ചെയ്ത ചമ്മന്തിപ്പൊടി നമ്മുടെ ഈ ദോശയുടെ കൂടെയും ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന സൂപ്പർ സംഭവം. മീൻ വെക്കുവാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ മിന്റ് ലീവ്സ് അരച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ. അപ്പം അതിൻ്റെ ഫിഷ് ഫ്രൈയും ഇനി നമ്മുടെ മസാല ഓംലെറ്റ്. ജസ്റ്റ് ഇതിനകത്ത് തക്കാളിയും സവാളയും മാത്രം ഇട്ടിട്ടുള്ള
അപ്പൊ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിരിക്കുകയാണ്. ചിലവർ ഇത് വീണ്ടും വേവാൻ വേണ്ടി വെക്കും, ആദ്യം അതിന്റെ ഒരു ഇതെല്ലാം കൂടി പിടിപ്പിക്കാൻ. ഇനി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആന്റി ബാക്ടീരിയൽ എക്സോ ലഞ്ച് ബോക്സ് കോൺടെസ്റ്റ് വിന്നേഴ്സ് റെസിപ്പി എന്താണെന്ന് അറിയാനാണ്. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ ഇതിൽ പറയും, പേര് പറയും, ഞാനത് ഇവിടെ ഉണ്ടാക്കും, നമ്മളൊരു ചെറിയൊരു വിഷ്വൽ കാണിക്കും. പക്ഷെ ഇന്ന് ആൾ നേരിട്ട് വന്ന സ്ഥിതിക്ക് നേരിട്ട് തന്നെ നമുക്ക് ആ എക്സോ ലഞ്ച് ബോക്സ് റെസിപ്പി കാണാം. ഓക്കെ.